അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗാവകാശികളെയും നരകാവകാശികളെയും തീരുമാനിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഇൽമിൽ അത് കടന്നുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മേലെയും ഇയാൾ നരകത്തിലായിരിക്കും അല്ലെങ്കിൽ ഇയാൾ സ്വർഗത്തിലായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം കഴിഞ്ഞ ദർസിൽ അവസാനിപ്പിച്ചത് ബാബുൽ ഈമാൻ ബിൽ ഖദർ, ഖദറിലുള്ള ഈമാനിന്റെ ബാബ്. അതിൽ ചില ഹദീസുകൾ നമ്മൾ വായിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിലെ അടുത്ത ഹദീസാണ് വായിക്കുന്നത്. ഈ കിതാബിലെ 41ാമത്തെ ഹദീസാണ്. وعن مسلم بن يسار الجهني قال سئل عمر بن الخطاب رضي الله عنه عن هذه الآية وإذ أخذ ربك من بني آدم من ظهورهم ذريتهم. സൂറത്തുൽ അഅറാഫിലെ 172ാമത്തെ ആയത്ത്. അതായത് മുസ്ലിം ഇബ്നു യസാർ അൽ ജുഹ്നി അദ്ദേഹം പറയുകയാണ്, സുഇല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൻ ഹാദിഹിൽ ആയ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ആയത്ത് വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും. ആദം സന്തതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയ സന്ദർഭം എന്ന് പറയുന്ന, ആദമിന്റെ മുതുകിൽ നിന്ന് മനുഷ്യർ എല്ലാവരിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭം എന്ന് പറയുന്ന ആ ആയത്തിനെ പറ്റി ചോദിക്കപ്പെട്ടു. ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻഹാ. ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെപ്പറ്റി ചോദിക്കപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖ ആദമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചു. സുമ്മ മസഹ വഹ്റഹു ബിയമീനിഹി. പിന്നീട് അല്ലാഹുവിന്റെ വലത് കരം കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ തൊട്ടു അല്ലെങ്കിൽ തടവി. ഫസ്തഖറജ മിൻഹു ദുർരിയത്തുൻ. അതിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ പുറത്തേക്ക് വന്നു, കുറച്ചുപേർ. ഫഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലഖ്തു ഹൗലാഇ ലിൽ ജന്ന. ഈ കൂട്ടരെ ഞാൻ സൃഷ്ടിച്ചത് സ്വർഗ്ഗത്തിനു വേണ്ടിയിട്ടാണ്. വബിഅമലി അഹ്ലിൽ ജന്നതി യഅമലൂൻ. സ്വർഗ്ഗാവകാശിയുടെ കർമ്മം കൊണ്ട് അവര് പ്രവർത്തിക്കും, അവർ കർമ്മം ചെയ്യും. സുമ്മ മസ്ഹ വഹ്റഹു. പിന്നെ വീണ്ടും ഒന്നുകൂടി മുതുക് തടവി. ഫസ്തഖറജ മിൻഹു ദുർരിയതൻ. വീണ്ടും അതിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കുറച്ച് സന്താനങ്ങൾ പുറത്ത് വന്നു. ഫഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖലഖ്തു ഹൗലാഇ ലിന്നാർ. ഈ കൂട്ടരെ ഞാൻ സൃഷ്ടിച്ചത് നരകത്തിനു വേണ്ടിയിട്ടാണ്. വബിഅമലി അഹ്ലിൻ നാരി യഅമലൂൻ. അവർ നരകാവകാശികളുടെ കർമ്മങ്ങൾ കൊണ്ടാണ് പ്രവർത്തിക്കുക. ഫഖാല റജുലുൻ. ഇത് കേട്ടപ്പോൾ ഒരു വ്യക്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫഫീമൽ അമൽ. അല്ലാഹുവിന്റെ റസൂലേ, പിന്നെ എന്തിനാണ് അമൽ, പിന്നെ എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ ഖലഖൽ അബ്ദ ലിൽ ജന്ന. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സ്വർഗ്ഗത്തിനു വേണ്ടി സൃഷ്ടിച്ചാൽ ഇസ്തഅമലഹു ബിഅമലി അഹ്ലിൽ ജന്ന. അവൻ സ്വർഗാവകാശികളുടെ കർമ്മം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഹത്താ യമൂത അലാ അമലി മിൻ അഅമാലി അഹ്ലിൽ ജന്ന അലാ അമലിൻ മിൻ അഅമാലി അഹ്ലിൽ ജന്ന. ഏതുവരെ? അവൻ മരണപ്പെടുന്നവരെ, സ്വർഗാവകാശികളുടെ കർമ്മങ്ങളിൽ നിന്നൊരു കർമ്മത്തിൽ മരണപ്പെടുന്നത് വരെ.
ഫയുദ്ഖിലുഹു ബിഹി അൽ ജന്ന, അങ്ങനെ അതുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. വഇദാ ഖലഖൽ അബ്ദ ലിന്നാർ, ഒരടിമയെ നരകത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത് എങ്കിൽ ഇസ്തഅമലഹു ബിഅമലി അഹ്ലിന്നാർ, അവൻ നരകാവകാശികളുടെ കർമ്മം കൊണ്ട് പ്രവർത്തിക്കും. ഹത്താ യമൂത, മരണപ്പെടുന്നവരെ, അലാ അമലിൻ മിൻ അഅമാലി അഹ്ലിന്നാർ, നരകാവകാശികളുടെ ഒരു കർമ്മത്തിലായിക്കൊണ്ട് മരണപ്പെടുന്നവരെ. ഫയുദ്ഖിലുഹുന്നാർ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യും. റവാഹു മാലികുൻ വൽ ഹാക്കിം വഖാല അലാ ശർത്തി മുസ്ലിം വറവാഹു അബൂ ദാവൂദ് മിൻ വജ്ഹിൻ ആഖർ അൻ മുസ്ലിം ബിൻ യസാർ ബിൻ ഉമൈർ ബിൻ റബീഅ അൻ ഉമർ. ഈ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിധിവിശ്വാസം എന്നെല്ലാം പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസാണ്. ഇതിൽ ഒന്നാമത്തെ സംഭവം സൂറത്തുൽ അഅറാഫിലെ 172 ആയത്ത്, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു കരാർ, ആദം സന്തതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ആ സംഭവം എന്നുള്ളത്. ആ സംഭവം എന്താണ് എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എന്താണ് ആ കരാറിന്റെ യഥാർത്ഥ വശം എന്നുള്ളത്. ഇവിടെ നമുക്ക് ഈ ബാബിൽ നാം മനസ്സിലാക്കേണ്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ മുതൽ തടവുകയും ആദ്യം വന്ന ഒരു കൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവരെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് വന്ന കൂട്ടരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവരെ ഞാൻ സൃഷ്ടിച്ചത് നരകത്തിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന സംശയം, ഇത് കേട്ടിരുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ചോദിച്ചു, അപ്പൊ എന്തിനാണ് പിന്നെ കർമ്മം ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അതിനാണെങ്കിൽ എന്തിനാണ് കർമ്മം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ച് കൊടുത്ത ഭാഗമാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ യഥാർത്ഥ വശം. റസൂലുള്ളാഹി അത് പഠിപ്പിച്ചു കൊടുത്തു. ഇന്നല്ലാഹ ഇദാ ഖലഖൽ അബ്ദ ലിൽ ജന്ന, ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ സ്വർഗാവകാശിയാവുമെങ്കിൽ, ഇസ്തഅമലഹു ബിഅമലി അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളുടെ കർമ്മങ്ങളാണ് പ്രവർത്തിക്കുക. ഹത്താ യമൂത അലാ അമലിൻ മിൻ അഅമാലി അഹ്ലിൽ ജന്ന, അങ്ങനെ സ്വർഗാവകാശികളുടെ ഒരു കർമ്മം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ കർമ്മത്തിലായിക്കൊണ്ട് മരണപ്പെടുകയും ഫയുദ്ഖിലുഹു ബിഹി അൽ ജന്ന, അങ്ങനെ അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതുപോലെ തന്നെ നരകാവകാശിയുടെ അവസ്ഥയും പറഞ്ഞു. ഇവിടെ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന വിഷയം, അമലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സ്വർഗത്തിലും നരകത്തിലും പ്രവേശിക്കുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചു കൊടുത്തത്. ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദുഖുലു അൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അപ്പൊ പ്രവർത്തനങ്ങളാണ്, കർമ്മങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, വബിഅമലി അഹ്ലിൽ ജന്നതി യഅമലൂൻ, സ്വർഗാവകാശികളുടെ കർമ്മങ്ങളാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരൊരു പ്രവർത്തനവും ഇല്ല, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല പറഞ്ഞ് നിൽക്കുകയല്ല. സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കും. ഇനി നരകാവകാശിയാണെങ്കിലോ നരകാവകാശിയുടെ കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യമെന്നാൽ, അമലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗപ്രവേശനവും നരകപ്രവേശനവും സംഭവിക്കുന്നത് എന്നാണ്. ഇതിന്റെ പൂർണ്ണമായ ആശയം മനസ്സിലാവണമെങ്കിൽ കഴിഞ്ഞ ദർസിൽ നാം ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അത് കേട്ട ആളുകൾക്കാണ് ഇത് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ ദർസിൽ ഖദറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം വിശദീകരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് മാത്രം കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവും. അത് കേൾക്കാത്തവർ അത് കേൾക്കാൻ ശ്രമിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യവും നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ അമലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലും നരകത്തിലും പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നാം ആ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ബാധ്യത. അതായത് നാം എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കും ബിഇദ്നില്ലാഹ്.
അതുപോലെ തന്നെ നരകാവകാശിയുടെ കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിലായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നരകപ്രവേശനത്തിലേക്കായിരിക്കും അത് നയിക്കുക. ഇതിനോടൊപ്പം ഷേഖ് മറ്റൊരു ഹദീസ് കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ ചില പണ്ഡിതന്മാർ ളഅഫ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, എന്നാലും അത് വായിക്കുകയാണ്. وقال إسحاق بن راهويه حدثنا بقية بن الوليد قال أخبرني الزبيدي محمد بن الوليد عن راشد بن سعد عن عبد الرحمن بن أبي قتادة عن أبيه عن هشام بن حكيم بن حزام أن رجلا قال يا رسول الله أتبدأ الأعمال أم قد قضي. ഒരിക്കൽ ഒരു വ്യക്തി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതുബ്ദഉൽ അഅമാലു അം ഖദ് ഖുദിയൽ ഖളാ, അമലുകളാണോ തുടങ്ങുന്നത് അഥവാ കർമ്മങ്ങൾ അഥവാ ഖളാ തീരുമാനിക്കപ്പെട്ടതാണോ, അള്ളാഹുവിന്റെ ഖദർ തീരുമാനിക്കപ്പെട്ടതാണോ എന്നുള്ള നിലക്ക് അഅമാലുകൾ കൊണ്ടാണോ കാര്യം അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടാണോ എന്ന് ചോദിക്കാം. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലമ്മാ അഖ്റജ ദുർരിയത ആദമ മിൻ ളഹ്രിഹി അശ്ഹദഹും അലാ അൻഫുസിഹിം ثم أفاض بهم في كفيه إن الله لما أخرج ذرية آدم من ظهره. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് സന്താനങ്ങളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അഷ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിൽ നിന്ന് ഷഹാദത്ത് വാങ്ങി. ثم أفاض بهم في كفيه, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് ഒരു കൂട്ടത്തെ എടുക്കുകയും അല്ലെങ്കിൽ മാറ്റുകയും ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാഉലായിൽ ജന്ന വഹാഉലായിൽ ഇന്നാർ, ഒരു കൂട്ടരെ ഇത് സ്വർഗാവകാശികളാണ്, ഇവർ സ്വർഗത്തിലേക്കുള്ളതാണ്, മറ്റു കൂട്ടർ അവർ നരകത്തിലേക്കാണുള്ളത് എന്ന് പറഞ്ഞു. ഫഅഹ്ലുൽ ജന്നത്തി മുയസ്സറൂന ലിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികൾക്ക് സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങൾ എളുപ്പമാക്കപ്പെടും. വഅഹ്ലുൻ നാരി മുയസ്സറൂന ലിഅമലി അഹ്ലിൻ നാർ, നരകാവകാശികളുടെ കർമ്മത്തിലേക്കും എളുപ്പമാക്കി കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, പക്ഷെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇതിൽ ളഅഫ് പറഞ്ഞിട്ട് ഇതിൽ സനദിൽ. പക്ഷെ ഇതിന്റെ ആശയം എന്താണ്? നാം തൊട്ടു മുമ്പ് പറഞ്ഞ ഹദീസിലും ഇതിനു മുമ്പ് നമ്മൾ ഖദറിന്റെ ബാബിൽ പറഞ്ഞ ഹദീസുകൾക്കും ഒരുപോലെ വന്നിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഇൽമ് എല്ലാത്തിനെയും മുന്നിട്ടിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അറിയാം ഇതിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിൽ. ഈ ഹദീസുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന കാര്യം, പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത് അമലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗപ്രവേശനവും നരകപ്രവേശനവും സംഭവിക്കുക, അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്ത് കർമ്മങ്ങളാണോ സ്വർഗം ലഭിക്കുക എന്നുള്ളത്, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സബബുകളായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് പ്രവർത്തിക്കുകയും നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്ന് ഒഴിവാവുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അടുത്ത ഹദീസ് 43-ാമത്തെ ഹദീസ് കിതാബിലെ وعن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വഹുവ അസ്സാദിഖുൽ മസ്ദൂഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയുന്നതാണ്, സത്യപ്പെടുത്തപ്പെട്ടവനുമാണ്. റസൂലുള്ളാഹി ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഹദീസ് പറയുമ്പോൾ അസ്സാദിഖുൽ മസ്ദൂഖ് എന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യബുദ്ധിയുടെ സാധാരണ നിലക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രത്യേകം അസ്സാദിഖുൽ മസ്ദൂഖ് എന്ന് എടുത്തു പറഞ്ഞതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലഫ്ള് ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമ നുത്ഫ. നിങ്ങളിൽ ഓരോരുത്തരും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ സൃഷ്ടിപ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 40 ദിവസം നുത്ഫയായിട്ട്. നുത്ഫ എന്നതുകൊണ്ട് ഉദ്ദേശം മനീയിന്റെ രൂപത്തിൽ. ثم يكون علقة مثل ذلك, പിന്നീട് ഒരു അലക്കയാവും. അലക്ക എന്ന് പറഞ്ഞ ഒരു രക്തക്കട്ട പോലെയുള്ള അവസ്ഥ, അത് 40 ദിവസം വീണ്ടും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അലക്കയായിട്ടുണ്ടാവും. ثم يكون مضغة مثل ذلك, പിന്നീട് ഒരു മുളകയായിട്ട് ഒരു ഇറച്ചി കഷ്ണമായിട്ട് 40 ദിവസം ഉണ്ടാവും. ثم يبعث الله إليه ملكا بأربع كلمات, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ആ സമയത്ത് 40 120 ദിവസം
കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും 4 കലിമത്തുകൾ കൊണ്ട്, 4 കാര്യങ്ങൾ കൊണ്ട്. ഫയക്തുബു, അവന്റെ മേൽ രേഖപ്പെടുത്തും അമലഹു വ അജലഹു വ റിസ്ഖഹു വ ശഖിയ്യുൻ ഔ സഈദുൻ, അവന്റെ കർമ്മങ്ങൾ എന്താണെന്നുള്ളത്, വജലഹു അവന്റെ അജ്ൽ അവന്റെ ആയുസ് എത്രയാണെന്നുള്ളത്, വ റിസ്ഖഹു അവന്റെ ഉപജീവനം എത്രയാണ് എന്നുള്ളത്, വ ശഖിയ്യുൻ ഔ സഈദുൻ അവൻ നിർഭാഗ്യവാനാണോ അതോ സൗഭാഗ്യവാനാണോ, അല്ലെങ്കിൽ നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്നുള്ള നിലക്ക് രേഖപ്പെടുത്തപ്പെടും. സുമ്മ യുൻഫഖു ഫീഹി അർറൂഹ്, പിന്നെ അതിലേക്ക് റൂഹ് ഊതപ്പെടും. ഫവല്ലദീ ലാ ഇലാഹ ഗൈറു, മറ്റൊരു ഇലാഹുമില്ലാത്ത അല്ലാഹുവാണ്. ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളിൽ ഒരാൾ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്യും. ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാ, ഏതുവരെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാണല്ലാതെ ദൂരമില്ലാത്ത അവസ്ഥ എത്തുന്നത് വരെ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, പക്ഷേ അവന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതുപോലെ പിന്നീട് സംഭവിക്കും. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുഹാ, അവൻ പിന്നെ നരകാവകാശികളുടെ കർമ്മം ചെയ്യുകയും നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യും. വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിന്നാർ, നിങ്ങളിൽ ഒരാൾ നരകാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉ, ഏതുവരെ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു ചാണല്ലാതെ അകൽച്ച ദൂരം ഇല്ല എന്ന അവസ്ഥയിൽ എത്തുന്നത് വരെ. ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, ഈ കിതാബിൽ രേഖപ്പെടുത്തിയ വെച്ച പോലെ പിന്നീട് സംഭവിക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫയദ്ഖുലുഹാ മുത്തഫഖുൻ അലൈഹി, അവൻ പിന്നീട് സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്യുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഈ ഹദീസ് ഒരുപാട് ഫായിദകൾ നമുക്ക് നേടിത്തരുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ് ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ്. ഇതിൽ ഒന്നാമത്തേത്, ഈ ഹദീസിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ടാണ്, മനുഷ്യന്റെ തുടക്കത്തെ സംബന്ധിച്ച്. ഉപ്പാന്റെ ശുക്ലത്തുള്ളികളിൽ നിന്നൊരു ബീജം അത് ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് എത്തുകയും അവിടെ നുത്ഫ എന്നുള്ള ഒരവസ്ഥയിൽ ഒരു മനീയിന്റെ രൂപത്തിൽ തന്നെ 40 ദിവസത്തോളം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അവിടെ ഉണ്ടാവും. സത്യത്തിൽ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുന്ന സമയത്ത് സ്വഹാബാക്കളും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് എന്തല്ല ഇന്ന് കാലത്തെ പോലെ അത്ര വ്യാപകമായ ഒരു അറിവിന്റെ ഉള്ളിലിരിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ, ബാക്കിയുള്ളത് അതിലും അപ്പുറത്താണ്. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സാദിഖുൽ മസ്ദൂഖ് എന്ന് പ്രത്യേകം പറയുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നീടൊരു 40 ദിവസം ഉണ്ടാകുന്നത് അലഖ എന്ന രൂപത്തിലാണ്. അതൊരു രക്തക്കട്ട, ഒരു വ്യക്തമായ രൂപമില്ലാത്ത രീതിയിലുള്ള ഒരു രക്തക്കട്ട എന്നുള്ള നിലക്ക് അലഖയായിട്ടുണ്ടാകും. പിന്നീട് ഒരു 40 ദിവസം മുളുകയായിട്ട് ഒരു ഇറച്ചി കഷ്ണം എന്നുള്ള നിലക്ക് 40 ദിവസം ഉണ്ടാകും. പിന്നീടാണ് അതിന് എല്ലുകൾ വരുന്നതും ആ ശരീരം രൂപം മാറി അതില് കണ്ണുണ്ടാകുന്നു, കാതുണ്ടാകുന്നു, അതിന് കൈകാലുകൾ മുളക്കുന്നു, ഹൃദയം, ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും എല്ലാം മാറി മാറി ഉണ്ടാകുന്നതാണ്. സത്യത്തിൽ ഇത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം തുടക്കം നമ്മളൊന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് ഇന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുള്ളത് ഒന്ന് ചിന്തിക്കുമ്പോ അത്ഭുതപ്പെടാനുള്ള കാര്യമാണിത്. എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു, അതായത് ആദം നബി അലൈഹിസ്സലാമിനെ. ثم جعلناه نطفة في قرار مكين, പിന്നെ നുത്ഫയായിട്ട് ഹദീസിൽ പറഞ്ഞതുപോലെ നുത്ഫയായിട്ട് ഒരു സുരക്ഷിത സ്ഥലത്ത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചു. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. ഓരോ ഘട്ടങ്ങൾ അലഖയായി, പിന്നീട് അതൊരു മുളക ഇറച്ചി കഷ്ണമായി, അതിന് എല്ലുണ്ടായി, പിന്നെ അതിനെ വീണ്ടും ഇറച്ചി പൊതിഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു സൃഷ്ടിയായിട്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കഴിവിനെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിനുശേഷം പറയുന്നത്. ثم يبعث الله إليه ملكا بأربع كلمات. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിക്കും. ആ മലക്കിനെ നിയോഗിക്കുമ്പോൾ 4 കാര്യങ്ങൾ ആ 120 ദിവസം കഴിഞ്ഞിട്ട്
ആ സമയത്ത് രേഖപ്പെടുത്തി വെക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മനുഷ്യരെയും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കർമ്മങ്ങളാണ്, നാം ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. രണ്ടാമത്തെ നമ്മുടെ ആയുസ്സാണ്, എത്ര കാലമാണ് നമ്മുടെ ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തെ നമ്മുടെ റിസ്ഖാണ്, നമ്മുടെ ഉപജീവനം, നാം എത്ര ഭക്ഷണം, എത്ര വായു, അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഇവിടെ എത്ര ശ്വസിക്കണം, എല്ലാ കാര്യങ്ങളും അത് രേഖപ്പെടുത്തും. നാലാമത്തേത് നമ്മുടെ അവസാനം, അത് നരകാവകാശിയായിട്ടാണോ സ്വർഗാവകാശിയായിട്ടാണോ എന്നുള്ളതും രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു. നാം പറഞ്ഞിരുന്നു, ആ രേഖപ്പെടുത്തുന്ന എല്ലാം മുൻപ് ഖദറിന്റെ വിഷയത്തിൽ നാം സൂചിപ്പിച്ചതാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, നിങ്ങളിൽ ഒരാൾ സ്വർഗാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, എന്നിട്ട് അവസാനത്തിൽ അവൻ നരകാവകാശിയുടെ കർമ്മം ചെയ്യുകയും നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളിൽ ഒരാൾ നരകാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെ അവൻ സ്വർഗാവകാശികളെ കർമ്മം ചെയ്യുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. കിതാബിന്റെ അടിസ്ഥാനത്തിൽ ആ അവസാനം എന്താണോ അത് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ആ നിലക്കായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, അമല് നിർബന്ധമാണ് എന്നുള്ളത്. കാരണം അമലുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഹദീസുകളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തെടുത്ത് പറയുന്ന കാര്യം, അമലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗപ്രവേശനം, അമലിന്റെ അടിസ്ഥാനത്തിലാണ് നരകപ്രവേശനം. അമലിന്റെ പ്രാധാന്യമാണ് പഠിപ്പിക്കുന്നത്, അമലിന്റെ പ്രാധാന്യം. രണ്ടാമത്തെ കാര്യം, അമാലുകൾ അതിന്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം ഒരുത്തന്റെ അവസാനം എന്തിലാണോ അതിലായിരിക്കും അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് ഒരുപാട് കാലം സ്വർഗാവകാശികളുടെ പ്രവർത്തനം ചെയ്തു, അവസാനം നരകാവകാശിയുടെ ചെയ്ത് അതിൽ പോകുന്ന അവസ്ഥ. ഒരുപാട് കാലം നരകാവകാശ പ്രവർത്തനങ്ങൾ ചെയ്തു, പിന്നെ സ്വർഗാവകാശ പ്രവർത്തനം ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ. അപ്പോ അവസാനം നമ്മുടെ അവസാനം എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നല്ലൊരു അവസാനത്തിന് വേണ്ടി നാം ചോദിക്കേണ്ടതുണ്ട്. ഇനി ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ചില ഫായിദകൾ സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് കൊടുത്ത് പറയുകയാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് മനസ്സിലാക്കാം എന്നുള്ളതാണ്. നാം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഘട്ടം ഘട്ടമായിട്ട് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കഴിവിനെ, നമ്മുടെ മേലുള്ള അള്ളാഹുവിന്റെ അധികാരത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത്, ഖളാ ഖദർ എന്നുള്ളതിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ നിയോഗിക്കുകയും ആ മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട് ഒരുത്തന്റെ കർമ്മങ്ങൾ, റിസ്ഖ്, ആയുസ്, അവൻ പിന്നെ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഖളാ ഖദർ സ്ഥിരപ്പെട്ടതാണ് എന്ന് ലഭിക്കുന്നു. മൂന്നാമത്തെ ഒരു ഫായിദ, സ്വർഗപ്രവേശനമാവട്ടെ നരകപ്രവേശനമാവട്ടെ അത് ലഭിക്കുന്നത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പറഞ്ഞത് ആ അവസാനത്തിൽ പ്രവേശിക്കുന്നത് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നരകാവകാശികളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിലും സ്വർഗാവകാശികളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലും പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തേത് നമുക്ക് മനസ്സിലാക്കുന്നത്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർമ്മങ്ങളുടെ അവസാനം കൊണ്ടാണ് പിന്നെ അതിന്റെ വിധി കൽപ്പിക്കപ്പെടുന്നത്. നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം അവസാനം ഏറ്റവും നല്ല രീതിയിലാക്കി തരട്ടെ. അവിടെ അവസാനത്തിൽ എത്ര കാലം അയാള് പിന്നെ നല്ല രീതിയിൽ ജീവിച്ചാലും അവസാനത്തിൽ തെറ്റിപ്പോകുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ ഒരുപാട് കാലം തെമ്മാടിത്തരത്തിലും ഹറാമുകളിലും മുഴുകി അവസാന കാലത്ത് നന്നായി മാറുന്നത് കാണാം. അങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പൊ അവസാനത്തിലാണ് കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാകുന്നത്. അഞ്ചാമത്തേത്, ഈ ഹദീസിന് നമുക്ക് ലഭിക്കുന്നത്, ഒരാളുടെ മേലെയും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പാടില്ല ഇന്നയാൾ സ്വർഗത്തിലാണ് ഇന്നയാൾ നരകത്തിലാണ് എന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പാടില്ല. കാരണം നമുക്കറിയില്ല അവന്റെ അവസാനം ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അവൻ തിന്മ ചെയ്ത് നടക്കുന്ന ആളായിരിക്കും. ചിലപ്പോ നമുക്കൊക്കെ തോന്നും, ചിലപ്പോ പോലെ മദ്യപിച്ച് നടക്കുന്ന, തെമ്മാടിത്തരം ചെയ്ത് നടക്കുന്ന ഒരാൾ അവൻ എന്തായാലും നരകത്തിലായിരിക്കും എന്നൊക്കെ ചിലപ്പോ നമ്മളൊരു പറയാൻ തോന്നും. ചില സാധാരണക്കാരോട് പറഞ്ഞു പോകും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. നാളെ അവൻ എന്താവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയുള്ളൂ. ചില ആളുകൾ നമ്മൾ കാണും, ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ ഒരുപാട്, അപ്പൊ എന്തായാലും അവൻ സ്വർഗത്തിലായിരിക്കും. അതും പറയാൻ പാടില്ല. കാരണം നമുക്കതിന് സാക്ഷ്യം വയ്ക്കാൻ യാതൊരു അവകാശമില്ല. അവന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ആരുടെ മേലെയും സാക്ഷ്യം വഹിക്കാൻ പാടില്ല എന്നീ കാര്യങ്ങളെല്ലാം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ
ഷാഹിദ് നമ്മുടെ ഈ ബാബിൽ വിഷയം അള്ളാഹുവിന്റെ ഖദർ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 മാസം 120 ദിവസമാവുമ്പോ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് 44-ാമത്തെ ഹദീസ്. وعن حذيفة بن أسيد رضي الله عنه يبلغ به نبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹുദൈഫത്ത് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യദ്ഖുലു അൽ മലകു അല النطفة بعدما تستقر في الرحم ب40 أو 45 ليلة. യദ്ഖുലു അൽ മലക്, ഒരു മലക്ക് പ്രവേശിക്കും അല النطفة, നുത്ഫയിൽ. നുത്ഫ നമ്മൾ പറഞ്ഞു എന്താണ്? ആദ്യത്തെ ഘട്ടമാണ്. മനീയ് എന്നുള്ള ഘട്ടത്തിൽ തന്നെ കിടക്കുന്ന ആദ്യത്തെ ഘട്ടം. بعدما تستقر في الرحم ب40 أو 45 ليلة. ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ആ ബീജം പ്രവേശിച്ചിട്ട് 40 ദിവസമോ 45 ദിവസമോ കഴിയുമ്പോൾ ഒരു മലക്ക് പ്രവേശിക്കും. നേരത്തെ പറഞ്ഞ സംഭവമല്ല, ഇത് വേറെ മലക്ക് അതിനേക്കാൾ മുമ്പ് പ്രവേശിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പ്രവേശിക്കും. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, യാ റബ്ബി, റബ്ബേ, അശഖിയ്യുൻ ഔ സഈദുൻ, വൻ ദൗർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ? ഫയുക്തബാനി, അത് രണ്ടും രേഖപ്പെടുത്തും. അള്ളാഹുവിനോട് ചോദിക്കും, അത് രേഖപ്പെടുത്തും. ഫയഖൂൽ, വീണ്ടും ചോദിക്കും, യാ റബ്ബി, റബ്ബേ, അദകറുൻ ഔ ഉൻസ, ഇത് ആണാണോ പെണ്ണാണോ? ഫയുക്തബാനി, അത് രണ്ടും രേഖപ്പെടുത്തും. വയക്തുബു അമലഹു വഅഥറഹു വഅജലഹു വറിസ്ഖഹു, അവന്റെ കർമ്മങ്ങളും അവന്റെ ഭാവിയും അവന്റെ ആയുസ്സും അവന്റെ റിസ്ഖും എല്ലാം രേഖപ്പെടുത്തും. ثم تطوى الصحف, പിന്നെ രേഖപ്പെടുത്തിയ ഏട് ചുരുട്ടും, അഥവാ അത് മടക്കി വെക്കും എന്നുള്ള നിലക്ക്. ഫലാ യുസാദു ഫീഹാ വലാ യുൻഖസ്, അതിലൊന്നും കൂടുകയില്ല ഒന്നും കുറയുമില്ല. അതിൽ ഒന്നും കൂടുകയുമില്ല ഒന്നും കുറയുകയുമില്ല. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇത് മുൻപ് പറഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞു, എത്ര ദിവസമാണ് പറഞ്ഞത്? 40 ദിവസം നുത്ഫ, 40 ദിവസം അലഖ, 40 ദിവസം മുളുക. അത് കഴിഞ്ഞിട്ട് റൂഹ് ഊതാൻ വരുന്ന മലക്കാണ് എന്ത് ചെയ്യുന്നത്? 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. എന്നാൽ അതിനേക്കാൾ മുൻപ് തന്നെ ഒരു പുരുഷനിൽ നിന്ന് ബീജം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് കയറി 40 or 45 രാത്രികൾ കഴിയുമ്പോൾ തന്നെ മുൻപ് ഒരു മലക്ക് വരും. ആ മലക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തും. അതാണ് ഇവിടെ പറയുന്നത്. ആ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതാണ്. അല്ലാത്ത ഒന്നെന്താണ്? ഇതാണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കും. അതായത് ആ ബീജം പ്രവേശിച്ചല്ലോ, ഒരു കുട്ടി ഉണ്ടാവണല്ലോ. അപ്പോ ആ കുട്ടി അത് ആണാകണമോ പെണ്ണാകണമോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ആ സമയത്താണ്. പ്രവേശിച്ച് കഴിഞ്ഞ് 40 or 45 രാത്രികൾ കഴിയുന്ന ആ സമയത്ത് അവിടെ രേഖപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അവന്റെ ആയുസ്, അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കും. അത് പക്ഷേ എന്തില്ല, ഒരിക്കലും അതിന് മാറ്റം സംഭവിക്കൂല. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്. പിന്നെ ആ ഏടുകൾ മടക്കി വെക്കും, അല്ലെങ്കിൽ അതിനൊരു തിരുത്തലില്ലാതെ കൂട്ടലോ കുറക്കലോ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. പിന്നെ ഈ ഖദറിന്റെ ബാബിന്റെ അവസാനത്തിൽ കുറച്ച് വിശദീകരിച്ച് പറയേണ്ട വിഷയങ്ങളുണ്ട്. അതിന്റെ ഒരു സൂചന പറയാണ്. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞ ഈ 120ാമത്തെ ദിവസത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിന് മാറ്റം സംഭവിക്കാം. അതിൽ മാറ്റം സംഭവിക്കാം. അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അവന്റെ ആയുസ്സിന് മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതനുസരിച്ച് മാറ്റം സംഭവിക്കും. അത് ആ മലക്കുകൾക്ക് മാത്രമുള്ള അറിവാണ്. അത് മാറ്റം സംഭവിക്കുന്ന ഖദറാണ്. ഖദറിന്റെ ഇനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ലാസ്റ്റ് പറയും. എന്നാൽ അതിനു മുമ്പുള്ള ഈ എഴുത്ത് പ്രവേശിച്ചിട്ട് നുത്ഫ എന്നുള്ള അവസ്ഥയിൽ തന്നെ 40 or 45 ദിവസത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും മാറ്റപ്പെടാത്തതാണ്. ഏതുപോലെ? ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട പോലെ. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ രേഖകൾ ഖദർ എന്നുള്ളതിന് 4 or 5 തരത്തിൽ രേഖകളുണ്ട്. ഒന്ന്, ഈ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സൃഷ്ടിപ്പിന്റെ സമയത്തുള്ള രേഖപ്പെടുത്തി വെക്കലുണ്ട്. നുത്ഫയുടെ സമയത്തുള്ള രേഖപ്പെടുത്തി വെക്കലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുളുകയായിട്ട് റൂഹ് ഊതുമ്പോഴുള്ള രേഖപ്പെടുത്തി വെക്കലുണ്ട്. അതല്ലാതെ വർഷത്തിലുള്ള ഖദറുണ്ട്, ദിവസത്തിലുള്ള ഖദറുണ്ട്. അത് ഓരോ ഇനങ്ങൾ അതിന്റെ ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് നുത്ഫയായിരിക്കുമ്പോഴുള്ള ഖദറാണ്. അതിപ്പോ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ബാക്കി വിശദീകരണം ഖദറിന്റെ ഇനങ്ങൾ പറയുന്നിടത്ത് നമ്മൾ അവസാനം പറയും. അടുത്ത ഹദീസ് 45ാമത്തെ ഹദീസ്.
وفي صحيح مسلم عن عائشة رضي الله عنها قالت عائشة رضي الله عنها ഉദ്ധരിക്കുന്ന ഹദീസിൽ ദുഇയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജനാസതി സബിയ്യിൻ മിനൽ അൻസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിക്കപ്പെട്ട ഒരു ജനാസയിലേക്ക്, ഒരു കുട്ടി, അൻസാരിയായ ഒരു കുട്ടിയുടെ ജനാസയിലേക്ക് വിളിക്കപ്പെട്ടു. ഫഖുൽതു, അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പറഞ്ഞു, തൂബാ ലഹു ഉസ്ഫൂറുൻ മിൻ അസാഫീരിൽ ജന്ന ലം യഅമൽ സൂഅൻ, അവന് സന്തോഷ വാർത്ത, അല്ലെങ്കിൽ അവന് സ്വർഗമുണ്ടാവും എന്നുള്ള നിലക്ക് പറയാണ്. എന്നിട്ട് പറയാണ്, അവൻ സ്വർഗത്തിലെ കുരുവികളിൽ ഒരു കുരുവിയാണ്, അല്ലെങ്കിൽ പക്ഷികളിൽ ഒരു പക്ഷിയാണ്. ലം യഅമൽ സൂഅൻ, അവൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു തിന്മയും ചെയ്തിട്ടില്ല. വലം യുദ്രിഖു, അവനൊന്നും അതില് തിന്മയിൽ ഇടപെടേണ്ട ഒരു അവസരവും ഒരവസ്ഥയും അവന് ഉണ്ടായിട്ടില്ല എന്നുള്ള നിലക്ക് പറഞ്ഞു. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ ഗൈറ ദാലിക യാ ആയിഷ, അതല്ലാതെ വേറെ എന്താണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖലഖ ലിൽ ജന്നതി അഹ്ലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ആയിഷ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലാണ് പറഞ്ഞപ്പോ അത് അങ്ങനെ അല്ലാതെ ആവാം എന്നുള്ള നിലക്ക് പറഞ്ഞിട്ട് പറയാണ്, ഇന്നല്ലാഹ ഖലഖ ലിൽ ജന്നതി അഹ്ലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് അതിന്റെ അവകാശികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖഹും ലഹാ വഹും ഫീ അസ്ലാബി ആബാഇഹിം, അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവരവരുടെ പിതാവിന്റെ മുതുകിലുള്ളപ്പോഴാണ്. അഥവാ മാതാവിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ബീജമായിട്ട് പിതാവിൽ നിന്ന് അത് ഉണ്ടാകുമ്പോൾ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അവൻ ഏതിലേക്കാണെന്നുള്ളത്. വഖലഖ ലിന്നാരി അഹ്ലൻ, നരകത്തിലേക്ക് കുറച്ച് ആളുകളെ അവകാശികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖഹും ലഹാ വഹും ഫീ അസ്ലാബി ആബാഇഹിം, അതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവര് പിതാവിന്റെ ഈ മുതുകിലുള്ള സമയത്താണ്. ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ടും ഒരാൾക്കുണ്ടാവുന്ന ചിന്തയിലാണ് പറയുന്നത്. എന്താണ് വിഷയം, എന്താ പറയുന്നത്, ഒരു കുട്ടി മരണപ്പെട്ടു, ചെറിയൊരു കുട്ടി മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സ്വർഗത്തിലായിരിക്കും, ഒരു തിന്മ ചെയ്തിട്ടില്ല, തിന്മ ചെയ്യാൻ മാത്രമുള്ള അവസരത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ട വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർഗാവകാശികളെയും നരകാവകാശികളെയും തീരുമാനിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഇൽമിൽ അത് കടന്നുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മേലെയും ഇയാൾ നരകത്തിലായിരിക്കും അല്ലെങ്കിൽ ഇയാൾ സ്വർഗത്തിലായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. പിന്നെ ഈ കുട്ടികൾ മരണപ്പെട്ടാലുള്ള വിഷയം, കുട്ടികൾ മരണപ്പെട്ടാലുള്ള വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ചില ചർച്ചകൾ കാണാം. അതിൽ മുസ്ലിമീങ്ങളായ പിതാക്കന്മാരുടെ മക്കളാണെങ്കിൽ ഉലമാക്കൾ പറഞ്ഞു അവരുടെ പിതാവിനോടൊപ്പം അല്ലെങ്കിൽ പിതാക്കളുടെ മാർഗത്തിൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ളത്. മുസ്ലിമീങ്ങളുടെ മക്കളാണെങ്കിൽ അത് പ്രവേശിക്കും. മറ്റു ഹദീസുകളും അതിന് മറ്റു ചില ഹദീസുകൾ അതിന് ദലീലായി വന്നിട്ടുണ്ട്. എന്നാൽ കുഫാറുകളുടെ മക്കളാണെങ്കിൽ അവരുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമാണ്. കുഫാറുകളായിട്ടുള്ളവരുടെ ചെറിയ കുട്ടികൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ചില ആളുകൾ പറഞ്ഞു അവരുടെ പിതാക്കന്മാരുടെ വഴിക്ക് അവർ നരകത്തിലായിരിക്കുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ പറഞ്ഞു അവർ സ്വർഗത്തിലായിരിക്കും, കാരണം അവര് യാതൊരു അമലും നരകാവകാശികളുടെ കർമ്മങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളത്. മറ്റു ചിലർ പറഞ്ഞു നാളെ പരലോകത്ത് അവരിലേക്ക് ഒരു റസൂലിനെ അയക്കപ്പെടും. അവർ എന്ത് മറുപടിയാണോ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ചാൽ സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ നരകത്തിലേക്കും അയക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കാണാം. നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരമേൽപ്പിക്കേണ്ട ഒരു കാര്യമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. പക്ഷേ ഇതിലെല്ലാം ഹദീസുകളും വെച്ച് ചർച്ചകൾ ഉലമാക്കൾക്കിടയിലുണ്ട്. അധിക പണ്ഡിതന്മാരും സൂചിപ്പിക്കാറുള്ളത് പരലോകത്ത് അവരിലേക്ക് റസൂലിനെ അയക്കുമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട് കാണാൻ സാധിക്കും. മറ്റുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലുള്ള വിഷയമാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം, ഒരു വ്യക്തിയുടെയും അവസാനം അത് എന്താണ് എന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുത്തത്. അടുത്ത ഹദീസ് 46-ാമത്തെ ഹദീസ്. വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഷൈഇൻ ബിഖദരിൻ ഹത്തൽ അജ്സു വൽ കൈസു, റവാഹു മുസ്ലിം. റസൂലുള്ളാഹി പറയുകയാണ്, കുല്ലു ഷൈഇൻ ബിഖദരിൻ, എല്ലാ കാര്യവും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ കാര്യവും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്.
ഹത്താ അൽ അജ്സ് വൽ കൈസ്. വൽ അജ്സ് എന്ന് പറഞ്ഞാൽ ദുർബലത, അഥവാ അവൻ കഴിവുണ്ടായിരിക്കെ അവൻ മടി കാരണം ദുർബലനാകുന്ന, കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു മടിയനാകുന്ന ആ ഒരു അവസ്ഥ. കൈസ് എന്ന് പറഞ്ഞാൽ ഒരു ധീരനായിട്ടുള്ള, അല്ലെങ്കിൽ ധീരനല്ല, ഒരു ഉണർവ്, ഒരു ഉന്മേഷവാനായിട്ടുള്ള അവസ്ഥ, അവന് ഏത് കാര്യത്തിനും ഒരു ഉന്മേഷവാനായിട്ട് നിൽക്കുന്ന ആ അവസ്ഥ. ആ കാര്യങ്ങൾ വരെ ഖദറിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കാണാം, ചില ആളുകൾ കർമ്മങ്ങൾ ചെയ്യാൻ ഭയങ്കര മടി, അവന് കഴിവുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ച് നടക്കുന്ന ആളുകൾ. ചില ആളുകൾ ദുർബലരാണെങ്കിലും അവർ കർമ്മങ്ങൾ ചെയ്യാൻ മുന്നിടുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരിക്കൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ റമളാനിൽ രാത്രി നമസ്കാരത്തിന് രാത്രി സുദീർഘമായി നിന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഒരൊറ്റ കാലുള്ള ഒരു വ്യക്തി അദ്ദേഹം അതിൽ നിന്ന് നമസ്കരിക്കുന്ന അദ്ദേഹം കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ ദർസിൽ പറയുന്നത് നമുക്ക് കേൾക്കാനിടയായി. അദ്ദേഹം പറയുന്നുണ്ട്, ബാക്കിയുള്ള ഒരുപാട് ആളുകളുണ്ട്, 2 കാലുകളുള്ള നല്ല ആരോഗ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിക്കാത്ത ആ വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ അജ്സും കൈസും വരെ, അതായത് ദുർബലതയും ധീരതയും വരെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, നീ നിന്റെ കവിളിൽ നിന്റെ കൈ വെക്കുന്നത് പോലും ഖദറിൽപ്പെട്ട കാര്യമാണ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതാണ് എന്നർത്ഥം. അടുത്ത ഹദീസ് 47-ാമത്തെ ഹദീസ്. وعن قتادة رضي الله عنه في قوله تعالى. ഖതാദ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിന്റെ ഇതിൽ പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലായികത്തുകളും റൂഹും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇറങ്ങുന്നു എന്നുള്ള ആ ആയത്ത്, അതിനെപ്പറ്റി പറയുന്നു, ഖാല യുഖ്ളാ ഫീഹാ മാ യകൂനു ഫിസ്സനതി ഇലാ മിസ്ലിഹാ. അന്ന് ആ ലൈലത്തുൽ ഖദ്ർ തീരുമാനിക്കപ്പെടുന്നത് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളാണ് അവിടെ തീരുമാനിക്കപ്പെടുന്നത് എന്ന് പറയുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ അതിനെപ്പറ്റി പരാമർശിക്കുന്നിടത്ത് മലായികത്തും റൂഹും വരികയും അന്ന് ചില ഖദ്റുകൾ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുമെന്നുള്ളത്, അതാണ് ഇവിടെ പറയുന്നത്. ആ ഖദറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഓരോ മനുഷ്യന്റെയും ഖദറാണ് അത് രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ ഖദറിന്റെ ഇനങ്ങളിൽ ഒന്ന് എന്ത് പറഞ്ഞു, 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തി വെക്കുന്നത് പറഞ്ഞു. അതുപോലെ നുത്തുഫയിൽ രേഖപ്പെടുത്തി വെക്കുന്നത് പറഞ്ഞു. മുളുഗയുടെ അവസ്ഥയിൽ റൂഹ് നൽകുന്ന സമയത്ത് രേഖപ്പെടുത്തി വെക്കുന്നത് പറഞ്ഞു. അതുപോലെയുള്ള ഒന്നാണ് ഓരോ വർഷത്തിലേക്കുള്ള ഖദറുകൾ രേഖപ്പെടുത്തി വെക്കും. അത് ലൈലത്തുൽ ഖദറിലാണ് സംഭവിക്കുക. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയമാണത്. അതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അവന്റെ ജീവിതം, അവന്റെ മരണം, അവന്റെ ദാരിദ്ര്യം, അവന്റെ സമ്പത്ത്, അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ആ സമയത്ത് രേഖപ്പെടുത്തി വെക്കും. അതിന് തഖ്ദീറുൽ ഹൗലി എന്ന് പറയും. തഖ്ദീറുൽ ഹൗലി എന്ന് ഈ തഖ്ദീറിന് പറയും. ഇത് പ്രത്യേകമായിട്ടുള്ളതാണ്. ഇത് മാറ്റം വരാവുന്ന രീതിയിലുള്ള ഖദറുകളാണ് ഈ ഒരു വർഷത്തിന് വേണ്ടി രേഖപ്പെടുത്തി വെക്കുന്നത്. എന്നാൽ ഒരു മാറ്റവും വരാത്ത തഖ്ദീറുൽ ആം, പൊതുവായിട്ടുള്ള ഖദർ, അത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് ലൗഹുൽ മഹ്ഫൂദിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് പറയുമ്പോൾ ഖദറുമായി ബന്ധപ്പെട്ട ബാക്കി ഈ പറഞ്ഞ ഹദീസുകളെ എല്ലാം പൂർണ്ണമായ ഒരു വിശദീകരണം പറഞ്ഞാൽ ഖദറിന്റെ ഇനങ്ങൾ നമ്മൾ അതിൽ പറയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദർസിൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. കുറച്ച് സുദീർഘമായി പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.